ചേട്ടാ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഒരു ബൃണ്ണാണി കഥയാണ്. എന്താണ്? ബിർണാണി. ഓ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു അക്ഷരം മാറിയ പ്രശ്നമാണ്. അല്ല, നമ്മുടെ ബിന്ദു കൃഷ്ണ ഞങ്ങളുടെ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണ് ബിർണാണി വേണമെന്ന് പറഞ്ഞ അംഗൻവാടിയിലെ കുട്ടി എന്ന് പറഞ്ഞ്. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കുട്ടി തന്നെ വന്നിട്ട് ഞാൻ രാധാമണി ചേച്ചിയുടെ മന്ത്രി ആൻറ്റി, ഞാൻ രാധാമണി ചേച്ചിയുടെ ഒന്നും കൊച്ചുമോനല്ല, എൻ്റെ അമ്മൂമ്മയുടെ പേര് ഓമനാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന വരുന്നു. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? അല്ല, അത് വീണ ജോർജ് ആ കുഞ്ഞിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാരമില്ല മോനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സാരമില്ല മോനെ പോട്ടെ എന്ന് പറഞ്ഞ് വിടാൻ പറ്റുന്ന ഒന്നല്ല ആ വിഷയം. ഓക്കെ, ഇനി ബിന്ദു കൃഷ്ണയ്ക്ക് പ്രിയപ്പെട്ട കൊല്ലത്തിൻ്റെ MLAക്ക് ഒരബദ്ധം പറ്റി, ആൾ മാറിപ്പോയി. ഓക്കെ, ക്ഷമിക്കാവുന്ന തെറ്റാണ്. ഓക്കെ, ഒരാൾ മാറിപ്പോയി, ഒരു പവറിൻ്റെ തെറ്റ് തന്നെ ആയിരിക്കും, ഇന്നാളുടെ കുഞ്ഞുമോനായിരുന്നു ഇതെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ട് അറിവ് വെച്ചിട്ട് പറഞ്ഞതായിരിക്കും. ആ സന്തോഷമോ വാത്സല്യമോ ഒക്കെ മുഖത്തുണ്ടായിരുന്നു. പക്ഷെ ബിന്ദു കൃഷ്ണ ഉന്നയിച്ച ഒരു വിഷയം അവിടെ കിടപ്പുണ്ട്. വീണ ജോർജ് മാഡം ഈ മുൻ മന്ത്രിയോട് പറഞ്ഞിട്ട് കഥയൊന്നും ഉണ്ടാവില്ല. മുൻ മന്ത്രിക്ക് മറ്റേ കരിങ്കൊടിയുടെ കാറ്റേറ്റ് പെടലി വിളിക്കിയത് പോലെ അത്ര വലിയ മഹത്തരമായ വിഷയമൊന്നുമല്ല. ഈ കുട്ടി ഒരു വീഡിയോ വൈറലാവുന്നു. ഞങ്ങൾക്ക് അങ്കനവാടിയിൽ ബിരിയാണി വേണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ വൈറലാവുന്നു. ഉടനെ തന്നെ ബഹുമാനായ ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, കുഞ്ഞുകുട്ടികളുടെ കണ്ണിലുണിയായ അപ്പൂപ്പൻ മന്ത്രി, ഇനി ഞങ്ങൾ ബിരിയാണി കൊടുക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇത് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള അംഗനവാടിയിലെ കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നത് വീണ ജോർജ്, ആരോഗ്യവും സാമൂഹ്യക്ഷേമ വകുപ്പും വീണ ജോർജിൻ്റെ കയ്യിലായിരുന്നു. ഈ കുട്ടിക്ക് ബിരിയാണി വീണ ജോർജ് വിളമ്പി കൊടുക്കുന്നത്, അങ്ങനെ ഒരു ചിത്രം വന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. ബിന്ദുകൃഷ്ണൻ ഉന്നയിച്ച വിഷയം എന്താണ്? അംഗനവാടി വർക്കേഴ്സ് എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞത്, മേഡം 8 രൂപയ്ക്ക് എങ്ങനെയാണ് ബിരിയാണി കൊടുക്കാൻ സാധിക്കുക? അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ? കുഞ്ഞു മനസ്സുകളല്ലേ, അവരൊരു കാര്യം ആഗ്രഹിച്ചിട്ടല്ലേ സർക്കാരെ നിങ്ങളോട് ചോദിച്ചത്? നിങ്ങൾ കൊടുക്കാമെന്നും പറഞ്ഞില്ലേ? ഇത് കേട്ടി കുഞ്ഞുങ്ങളൊക്കെ സന്തോഷിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ കൊടുത്തെന്താ? നിങ്ങൾ കൊടുത്തെന്താ? റേഷൻ അരിയിൽ 2-3 ക്യാരറ്റ് വെട്ടിയിട്ട് കുഞ്ഞുങ്ങളെ പറ്റിച്ചത് ആരാ? കുഞ്ഞുങ്ങളെ പറ്റിച്ച ആരാ രാഹുലേ? ഇടതുപക്ഷ സർക്കാരാണെന്ന്. പൊടി കുഞ്ഞുങ്ങളെ മുതൽ വൃദ്ധന്മാരെ വരെ പറ്റിച്ചൊരു സർക്കാർ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ? ആ കൊടുക്കുന്നത് വൃത്തിയായിട്ട് കൊടുക്കണ്ടേ? പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഈ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ ഒരു പിഞ്ചു കുഞ്ഞിന് ഇത് ബിരിയാണി കണ്ടാൽ തിരിച്ചറിയില്ലേ? ഏത് വീട്ടിലാണ് ഇനി ദിവസക്കൂലിക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ വരെ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി വെച്ചു കൊടുക്കുകയോ വാങ്ങി കൊടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ബിരിയാണിയൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായൊരു ഫുഡായി മാറിയില്ലേ? മിക്ക വീടുകളിലും ഉച്ചയ്ക്കൊക്കെ ബിരിയാണി മാത്രം വെക്കുന്ന വീടുകളില്ലേ? നമുക്കറിയാം, നമ്മുടെ അരുണിൻ്റെ വീട്ടിലൊക്കെ എന്നും ഉച്ചയ്ക്ക് ബിരിയാണിയാണെന്ന് അരുണ് പറയുന്നത്. അരുണ് ക്യാമറയുടെ പുറകെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീടുകളില്ലേ? അതെ, ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓഫീസിൽ തന്നെ നമ്മൾ പല ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ബിരിയാണി അല്ലേ കഴിക്കുന്നത്? അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതറിയാം. ആ കുഞ്ഞുങ്ങളെയാണ് കഞ്ഞി വെക്കാൻ കൊടുത്ത റേഷൻ അരി വെച്ച് ക്യാരറ്റും മറ്റേ 2 പട്ടാണി കടലയും മേടിച്ചിട്ടിട്ട് 8 രൂപയും കൊടുത്തിട്ട് ബിരിയാണി വെക്കാൻ പറയും. ബിന്ദുകൃഷ്ണ ആ വിഷയമാണ് ഉന്നയിച്ചത് അല്ലേ? ഒരു ഇപ്പം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു അധ്യാപിക ചോദിച്ചാണ്, സർക്കാരൊക്കെ മാറിയ സ്ഥിതിക്ക് ഇനി സൂംബ ഡാൻസ് ഒഴിവാക്കി തരുമായിരിക്കുമല്ലേ? ടീച്ചർമാർക്ക് ഭയമാണ്. സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഭയമാണ്. കാരണം ഇവരൊക്കെ പ്രഖ്യാപിച്ചിട്ട് അങ്ങ് പോവുകയാണ്. ഈ മുട്ട, പഴം, പാല് കൊടുക്കുന്ന പദ്ധതിയൊക്കെ ഇല്ലേ? പല പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ അച്ഛൻ്റെ കരാർ വർക്കുമായി ബന്ധപ്പെട്ട ആ സ്കൂളിൽ കുറച്ച് വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി സ്കൂളിൽ ചെന്നപ്പോൾ ഒരാൾ, എനിക്ക് ആ സ്കൂളിൽ ഇപ്പോഴത്തെ അധ്യാപകരെ അറിയില്ല, കുറച്ച് പേരെ മാത്രമേ അറിയൂ. ഒരാൾ ഒരു സ്വിഫ്റ്റ് ഡിസയർ കാർ കൊണ്ട് നിർത്തി ഇൻസേർട്ട് ചെയ്ത് ഷൂ ഒക്കെ ഇട്ടിട്ട് ഈ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് കാറിൻ്റെ ഡിക്കി തുറന്നിട്ട് ഒരു കയ്യിലൊരു ഏത്തക്കൊലേ മറ്റേ കയ്യിൽ 5 ട്രേ മുട്ടയായിട്ട് നടന്നു വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്യൂണൊക്കെ ഇപ്പോൾ ഇൻസേർട്ടൊക്കെ ചെയ്ത് ഇത്ര സ്റ്റാൻഡേർഡായോ നമ്മുടെ സ്കൂളൊക്കെ? പ്യൂണോ? അതിവിടുത്തെ എച്ചം വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു അതേ പറയും, എന്തൊക്കെ പണി ചെയ്താൽ പറ്റുമോ എന്നറിയാൻ പോലെ. ഇതിനൊക്കെ കാശ് എന്തെങ്കിലുമൊക്കെയാണ് എഴുതി കണ്ടു വരിക. കൈക്കാശിട്ട് വേണം ഇത് മേടിക്കാൻ. ഇനി ഈ അംഗനവാടി വർക്കേഴ്സ് ഉണ്ടല്ലോ, അംഗനവാടി വർക്കേഴ്സിന് 1000 രൂപ കൂട്ടിക്കൊടുത്ത് തരാം. ഇവിടുത്തെ വി.ഡി. സതീശൻ സർക്കാർ വന്നതിന് ശേഷമാണ്. ഇനി ഞങ്ങൾ സ്കൂളിലേക്ക് പോയാൽ അവിടെ ഈ കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്ന ചേച്ചിമാരുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട ചേച്ചിമാർ, ഇവർക്ക് എത്ര മാസത്തെ ശമ്പളം കുടിശ്ശികയായിരുന്നു? അവർക്കൊരു 1000 രൂപ കൂട്ടിക്കൊടുത്ത് തരാം. വി.ഡി. സതീശൻ സർക്കാർ. അപ്പോൾ ബഹുമാനായ ബിന്ദു കൃഷ്ണ മന്ത്രിക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും, ആ കുട്ടി നമ്മുടെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകയുടെ കൊച്ചുമകനാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും.
ആ സ്നേഹത്തിലാണ് ഞാൻ വാക്ക് ഉപയോഗിക്കണം, ഞങ്ങളുടെ ഇന്ന ആളുടെ മകനാണ് ആ കുട്ടി, ആ കുട്ടിയുടെ ആഗ്രഹം പറഞ്ഞില്ലേ, ഇത് വെച്ച് കൊടുത്തില്ലേ, 8 രൂപയ്ക്ക് എങ്ങനെയാണ് മാഡം ബിരിയാണി വെച്ച് കൊടുക്കാൻ പറ്റുക എന്ന് എന്നോട് ഇതുപോലെ അംഗനവാടി വർക്കേഴ്സ് വന്ന് ചോദിച്ചു. ഇതിൽ ആ കുട്ടി അതിന് മറുപടി പറഞ്ഞു. ആ കുട്ടിക്ക് ബിന്ദു കൃഷ്ണ പറഞ്ഞത് കേട്ട് ഇങ്ങനെ വന്ന് മറുപടി പറയാൻ പറ്റുന്ന പ്രായത്തിലുള്ള കുട്ടിയല്ല. അപ്പോൾ സ്വാഭാവികമായും ആ കുട്ടിയുടെ കുടുംബത്തിലോ അയൽവക്കത്തോ ഒക്കെയുള്ള അന്തംകമ്പി സഖാക്കന്മാർ ആ കുട്ടിയെ കൊണ്ട് എടുപ്പിച്ച വീഡിയോ ആയിരിക്കും അതെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും വേണ്ട. കിട്ടിയ പാട് വീണ ജോർജ് മന്ത്രിയുടെ വാഹനം, അദ്ദേഹം ഒരു കുടുംബവുമായി, മുൻ മന്ത്രിയുടെ കുടുംബമായി സഞ്ചരിച്ച വാഹനം കഴിഞ്ഞ ദിവസം കൊല്ലത്തവിടെ വെച്ചിട്ട് ആക്സിഡൻ്റ് ആയിരുന്നു. എന്തായാലും അവർക്ക് പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചു. അപ്പം സജീവമായി നിൽക്കണം രാഷ്ട്രീയത്തിൽ. പ്രത്യേകിച്ച് CPM-നോട് കേണപേക്ഷിച്ചു, ഇത്തവണ എനിക്ക് സീറ്റ് തരല്ലേ, കഴിഞ്ഞ തവണത്തെ എൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ട് ഞാൻ തോറ്റുപോകും, നാണക്കേടാകും. അപ്പം പറഞ്ഞു, മോളെ നീ സഭയുടെ കുഞ്ഞല്ലേ, നീ മത്സരിക്കണം. CPM നിർബന്ധിച്ച് മത്സരിപ്പിച്ചു. അബിൻ വർക്കി വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ജയിച്ചു. അത് മാത്രമല്ല, അവൻ വർക്കി പറഞ്ഞത് എന്താണ്, എന്നെ ഇങ്ങോട്ടേക്ക് മത്സരത്തിന് അയച്ചപ്പോൾ എന്നോട് VD സതീശൻ പറഞ്ഞിട്ടത് നീ അവരെ തോപ്പിച്ചിട്ടേ തിരിച്ചു വരാവൂ, അത് ഈ നാടിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് എന്ന് പറയുന്നത്. അല്ല, ഇതിനകത്ത് മറ്റൊരു അജണ്ട കൂടി നടക്കുന്നുണ്ട്. നമ്മൾ എല്ലാത്തിൻ്റെയും വീഡിയോ, ഇപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോയുടെയും അടിയിലെ കമന്റ് ബോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നുണേഷന് പറ്റിയ അംഗം, ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇതിനെ ഫ്രെയിം ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് VD സതീശൻ എന്തെങ്കിലും വല്ല പറഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ അടിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നുണേഷൻ ഇപ്പോൾ ബിന്ദു കൃഷ്ണന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നുണേഷന് പറ്റിയ സന്തതി, നുണേഷന്റെ കൂട്ടുകാർ, അല്ലെങ്കിൽ നുണേഷന്റെ സന്തത സഹചാരി, ആ രീതിയിൽ ബ്രാൻഡ് ചെയ്യാനാണ് നോക്കുന്നത്. അല്ലെ, ഇവർ എത്ര ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചു, ഇവർക്ക് വേറൊന്നും പറയാനില്ല രാഹുലെ. അപ്പോൾ ഒരു സർക്കാർ അധികാരത്തിലേറ്റ് 15 ദിവസങ്ങൾക്കപ്പുറം എന്തൊക്കെ പദ്ധതികളാണ് കൊണ്ടുവരുന്നത്. ഇവ കേരളയിൽ ഇവർ നിർത്തിക്കളഞ്ഞിട്ട് പോയ പരിപാടിയാണ്. അത് പുള്ളി ഒഫീഷ്യലി ഡീനോട്ടിഫൈ ചെയ്തിട്ട് വസ്തുക്കളുടെ എല്ലാം കുറ്റി എഴുതാൻ പോകും. അപ്പോഴത്തേക്ക് ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിവേഗ റെയിലുമായിട്ട് അദ്ദേഹം വരികയാണ്, മെട്രോ മനീഷ് സംസാരിക്കുന്നു, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് DPR തയ്യാറാണ്, ഈ സ്റ്റേഷനുകളുടെ സ്ഥലങ്ങളൊക്കെ പുറത്തു വരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കും. MV ഗോവിന്ദ മോശം പറഞ്ഞത് ഞങ്ങൾ ഇതിനെതിരല്ല, പക്ഷെ അത് കേരളയിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കേരളയിൽ എതിർത്തതൊന്നും ഉണ്ടാവും. ഇവിടെ കോൺഗ്രസ് കേരളയിലെ ആദ്യഘട്ടത്തിൽ എതിർത്തിരുന്നില്ല. കേരളയിൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം കോൺഗ്രസ് ഒരു നീറ്റ് പൊളിറ്റിക്സ്, ഇങ്ങനെയും രാഷ്ട്രീയം കാണിക്കാം എന്ന് കാണിച്ചു കൊടുത്തൊരു 5 വർഷക്കാരുണ്ട്. സമരങ്ങളില്ല, ബന്ധുകളില്ല, ഒന്നുമില്ലാതെ മുന്നോട്ട് പോയ സർക്കാരാണ്. പക്ഷേ ഇതിൻ്റെ ഈ റവന്യൂ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കുറ്റി സ്ഥാപിക്കലും സ്ഥലമേറ്റെടുപ്പും ആരംഭിച്ചപ്പോൾ ചങ്ങനാശ്ശേരി മേഖലയിലെ ജനങ്ങൾ ഒരു രാഷ്ട്രീയവും നോക്കാതെ ബാധിക്കപ്പെടുന്നവരെല്ലാവരും കൂടി സമരമുഖത്തേക്ക് ഇറങ്ങി. ഈ സമരമുഖത്തേക്ക് ഇറങ്ങി അവർക്കൊപ്പം കൊടുക്കുന്ന സുരേഷ് MPയാണ് ആദ്യം സമരത്തിൽ ഇറങ്ങുന്നത്. പിന്നീട് അത് കോൺഗ്രസും UDF ഒക്കെ ഏറ്റെടുക്കുകയാണ്. തൃപ്പൂണിത്തുറയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ നടന്ന സമരങ്ങൾ എൻ്റെ ഓർമ്മയിലാണ്, ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. എനിക്ക് എപ്പോഴും ഉണ്ട് കൊടുക്കുന്ന സുരേഷ് ഒരു കറുത്ത ഷർട്ടൊക്കെ ഇട്ട് മുണ്ടും കറുത്ത. അങ്ങനെയല്ല, ആദ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോയി തെറി വിളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇതിനേക്കാളും വലുതാണ്. ഞാൻ ആ സമയത്താണ് ഈ മുഹമ്മദ് ഷിയാസൊക്കെ DCC അധ്യക്ഷനായി വന്ന സമയത്ത് തൃപ്പൂണിത്തുറയിലൊക്കെ ക്യാമ്പ് ചെയ്തിട്ടാണ് മുഹമ്മദ് ഷിയാസൊക്കെ അന്ന് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് വലിയ സപ്പോർട്ട് ഈ അന്ന് ആ സമരമുഖത്തുണ്ടായിരുന്ന എല്ലാ ആളുകളെയും ജനം ഇപ്രാവശ്യം ജയിപ്പിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. ഈ നാട്ടകം സുരേഷ്, അന്ന് അദ്ദേഹം കോട്ടയത്തെ DCC അധ്യക്ഷനാണ്. നാട്ടകം സുരേഷ് ഏട്ടൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചങ്ങനാശ്ശേരി മേഖലയിലൊക്കെ ക്യാമ്പ് ചെയ്ത് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി. സുരേഷ് ഏട്ടൻ നല്ല രീതിയിൽ ഇത്തവണ ജയിച്ചു വരുന്ന കാഴ്ചയും കൊണ്ട്. കാരണം അന്ന് എന്താ ചോദിക്കുക, ഇപ്പോൾ പുതിയ വരുന്ന പ്രൊജക്ടിന് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി വരും. പക്ഷേ ഇത്രത്തോളം സ്ഥലം വേണ്ടി വരില്ല. അവരൊരു എലിവേറ്റഡ് പാതയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതിക്ക് മോശമാകാത്ത രീതിയിൽ. മറ്റേത് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏതൊക്കെയോ പൊട്ടന്മാർ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. ഇത് വിവരം പോകുന്നുണ്ടെങ്കിലല്ലേ ഇത് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് കോൺഗ്രസ് സ്വന്തമായിട്ട് കയ്യിൽ നിന്നും പൈസ മുടക്കിയിട്ട് പരിസ്ഥിതി ആഘാത പഠനം നടത്തി. അതിനുശേഷം അവർ അത് സഭയിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വലിയ രീതിയിലുള്ളൊരു മാറ്റം. ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു സാധനം പ്രതിരോധിക്കാൻ പോകുന്നതിന് മുമ്പിട്ട് അതിന് വേണ്ടുന്ന തെളിവുകൾ ഉണ്ടാക്കിയതിനു ശേഷമാണ് പ്രതിരോധിക്കാൻ. അതിനേക്കാൾ ഈ CPM പറ്റിയത് എന്താ, ഇവർ ജയിപ്പിച്ചു വിട്ടതിന് ശേഷം ഒരു സാധാരണക്കാരൻ്റെ ഒരു അഭിപ്രായം അവരുടെ സർക്കാരിനോട് പറയാൻ പറ്റുന്നില്ല. ഒരു സാധാരണ സഖാവിന്, ഒരു ജില്ലാ കമ്മിറ്റി സെക്രട്ടറിക്ക് പോലും
ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. ഭയമായിരുന്നു. അയിലമീൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാളമീൻ കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കോപിക്കുമോ എന്നുള്ള ഭയമായിരുന്നു. അതൊക്കെ ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ഭയമായിരുന്നു, അതല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ രാഹുൽ നോക്കി ഏതൊരു മനുഷ്യനും ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയാൽ അവിടെ എന്താ പറയുക, ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനോട് ഒരു പദ്ധതി, റോഡിൻ്റെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുണ്ടോ, അത് ഇങ്ങനെ പോയാൽ നന്നായിരിക്കും, ഇവിടെ കാലം നന്നായിരിക്കും, ഇവിടെ ഒരു ഹമ്പ് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം ഉണ്ട് ഇല്ലേ? അതെ. വിദഗ്ധ അഭിപ്രായങ്ങൾ കേൾക്കണം, ഉദ്യോഗസ്ഥ അഭിപ്രായങ്ങൾ കേൾക്കണം, ഒപ്പം പൊതുജനങ്ങളുടെ അഭിപ്രായം കേൾക്കണം. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ എന്താണ്, ആർത്തവാവധിയുമായി ബന്ധപ്പെട്ട് സ്ത്രീ സമൂഹത്തിന് എതിർപ്പുണ്ടെങ്കിൽ അത് ഞങ്ങൾ പുനർചിന്തനം ചെയ്ത് പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. ഒരു പ്രഥമാധ്യാപകൻ വി.ഡി. സതീശൻ്റെ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ വി.ഡി. സതീശൻ പിൻവലിച്ചിട്ടുണ്ട്, നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം അദ്ദേഹം പെൻഷൻ ആവാൻ എന്തോ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്, ഉപദ്രവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും, ആ ധാർഷ്ട്യം വേണ്ട എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. ഒരു തെറ്റുപറ്റിയാൽ, ഞങ്ങളുടെ തീരുമാനത്തിൽ ഒരു തെറ്റുപറ്റിയാൽ പൊതുജനത്തിന് അതിലൊരു എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് കേൾക്കണം. അത് കേൾക്കുന്നത് തെറ്റല്ല, ജനങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്നത് തെറ്റല്ല. ഇവിടെ പിണറായി വിജയൻ സർക്കാർ യൂട്ടേൺ അടിച്ചിട്ടുള്ളത് എപ്പോഴൊക്കെയാണ്? അത് പ്രതിരോധിച്ച് അവസാനം ഇനി പ്രതിരോധിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം എത്തുമ്പോഴാണ്. നമുക്ക് ആ ചങ്ങനാശ്ശേരിയിൽ ഒരു ചേച്ചിയൊക്കെ കൊച്ചിൻ്റെ മുന്നിലിട്ട് വലിച്ചഴിച്ച് എന്തൊക്കെ കാണിച്ചെന്നേ. ഇപ്പോൾ കേരളയിൽ വിരുദ്ധ സമിതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ പറയപ്പെടുന്ന അതിവേഗ പാതയ്ക്ക് അവരെതിരാണ് എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രൊജക്റ്റ് ജനത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ജനങ്ങൾ അവരെ സ്വീകരിക്കും. ഇതാണ് കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. വി.ഡി. സതീശൻ അധികാരത്തിലെത്തി ഇന്നലെ വരെ ജനക്ഷേമപരമായ കാര്യങ്ങളല്ലാണ്ട് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. NGO അസോസിയേഷൻ അദ്ദേഹം പ്രസംഗിച്ചെന്നാണ്, ബഡ്ജറ്റ് വരാൻ പോവാണ്, ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വിസ്മയങ്ങൾ ഞാൻ ഇപ്പോഴേ പ്രസംഗിക്കുക. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരെ അവർ ചേർത്ത് പിടിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ ഹാപ്പി ആവാതെ ഇവിടുത്തെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവർ പണിയാനേ ഇരിക്കത്തുള്ളൂ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് DA ലഭിച്ചിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇപ്പോൾ KSRTCയുടെ കാര്യം എടുക്കുക. KSRTCയിൽ ശമ്പളം കൊടുത്തു എന്ന് പറയുന്നു. എന്ത് കൊടുക്കുന്നത്? ഈ ബേസിക് സാലറിയാണ് കൊടുക്കുന്നത്. അവർ DA കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും കൊടുക്കുന്നില്ല. ഈ അങ്ങനെ എന്തെല്ലാം പ്രശ്നം. ഇപ്പോൾ നമ്മൾ തന്നെ പോലീസുകാർ കൃത്യമായിട്ട് പണിയെടുക്കണം. അവർ അഴിമതി നടത്താതിരിക്കണമെങ്കിൽ അവർക്ക് നല്ലൊരു സാലറി പാക്കേജ് ഉണ്ടെങ്കിൽ അവർക്ക് വേറെ പൈസ മറിക്കേണ്ടി വരില്ല. ആ രീതിയിലേക്ക് പോകുന്ന അവസ്ഥ വരില്ല. അവർ ഇപ്പോൾ CIമാരുടെയൊക്കെ ജോലി, SIമാരുടെ, കോൺസ്റ്റബിൾമാരുടെ ജോലി എന്താ? 24 മണിക്കൂർ ഡ്യൂട്ടിയിലാണ്. അതിനനുസരിച്ചുള്ള ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ബിന്ദു കൃഷ്ണയെ ട്രോളുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ട്രോളിക്കോളൂ. ബിന്ദു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം, കൊല്ലത്തിൻ്റെ MLA സംബന്ധിച്ചിടത്തോളം ഈ ട്രോളും ആക്ഷേപവും ഒന്നും പുള്ളിക്കാരിക്ക് പുത്തരിയൊന്നുമല്ല. സ്വന്തം പാർട്ടിക്കാർ വരെ പുള്ളിക്കാരെ ട്രോളിട്ട് പുള്ളിക്കാരി കൊടുക്കാൻ പോയിട്ടില്ല. അപ്പോൾ ട്രോളിക്കോളൂ. പക്ഷെ ഉന്നയിച്ച വിഷയം അത് സീരിയസ് ആണ്. അത് ചിന്തിക്കണം. UDF സർക്കാർ അതിൽ മാറ്റം വരുത്തണം. ഈ പറയപ്പെടുന്ന ഭക്ഷണ മെനു, ജയിലിൽ കൊടുക്കുന്ന ഫുഡിനേക്കാൾ ക്വാളിറ്റിയുള്ള ഫുഡ് സ്കൂളുകളിൽ കൊടുക്കാൻ സർക്കാരിന് സാധിക്കട്ടെ.